സർ നമസ്കാരം. നമസ്കാരം. ഞാനൊരു ലോണിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ലോൺ സെക്ഷനിലെ മാഡം ഒന്ന് ലീവാണല്ലോ. ഒരു കാര്യം ചെയ്യൂ, മാനേജറെ ഒന്ന് കണ്ടോളൂ. ആ ശരി, ഓക്കെ. സാർ നമസ്കാരം. നമസ്കാരം. എന്താ, ഇരിക്കൂ. സാർ എനിക്ക് ഒരു ലോൺ വേണം. ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. എന്തിനാ ലോൺ? വീട് വെക്കാനാ. എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഗവൺമെൻറ് UP സ്കൂൾ. മാഷാണോ? മാഷല്ല, പ്യൂണാണ്. ഇരിക്കടോ. പ്രോപ്പർട്ടി എവിടെയാണ്? പ്രോപ്പർട്ടി അമ്പലത്തിന്റെ തെക്ക് ഭാഗം. എത്ര സെന്റ് ഉണ്ട്? 8 സെന്റ് വരും. സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാം. ഓ, പിന്നെ 33% ഞങ്ങളുടെ ബാങ്കിൽ ലോൺ കൊടുക്കുന്നത്. ശരി. പ്ലാനും എസ്റ്റിമേറ്റ് ഒക്കെ റെഡി ആയോ? പ്ലാന് എങ്ങനെ വരച്ചിട്ടുണ്ട്, ഇനിയിപ്പോ എസ്റ്റിമേറ്റിന്റെ നോക്കാം. അപ്പം മറ്റു പേപ്പേഴ്സ് ഒക്കെ ഇട്ട് പാടോ. ആ അല്ല സാർ, എന്തൊക്കെ വേണ്ടി വരും? അല്ല എന്തൊക്കെ വേണ്ടി വരാന്ന്? ഒരു മിനിറ്റ്. ആ, ആധാരം, അടിയാധാരം, കുടിക്കട സർട്ടിഫിക്കറ്റ്, 30 വർഷത്തെ പോക്കുവരവ്, നികുതി അടച്ച രസീറ്റ്, കൈവശ സർട്ടിഫിക്കറ്റ്, സ്ഥലത്തിന്റെ സ്കെച്ച്, പ്ലാൻ, റൂട്ട് മാപ്പ്, തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി, 2 ഫോട്ടോ, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, മുനിസിപ്പാലിറ്റി സാങ്ഷൻ. പിന്നെ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തിരിച്ചറിയുന്നതിന്റെ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്. അപ്പൊ താൻ ഈ വക പേപ്പേഴ്സ് ഒന്നും ഇല്ലാണ്ടാ ബാങ്കിലേക്ക് പോയത്? അപ്പന്റെ കുരുവിള മാഷൻ, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഗവൺമെന്റ് എംപ്ലോയിക്ക് പെട്ടെന്ന് ലോൺ കിട്ടുന്നു? പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞ ഓടി അങ്ങോട്ട് ചെന്നാ പിടിച്ചു പറിച്ചങ്ങോട്ട് കൊണ്ടുവരാന്ന് ഞാൻ പറഞ്ഞോ? അതിന് അതിന്റേതായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ അല്ലേ? ചുരുക്കി പറഞ്ഞ ബാലൻ ഇപ്പൊ വീട് വെക്കാൻ തീരുമാനിച്ചുല്ലേ? എടോ, വീട് വെക്കാനാണെങ്കിൽ സ്ഥാനം നോക്കാനും കുറ്റിയടിക്കാനും ഒക്കെ നമ്മുടെ രാമൻ മണിക്കരെ വിളിച്ചോ? ഇന്നിപ്പോ ആരാ മാഷ പണിക്കരൊക്കെ വിളിക്കണത്? ഇപ്പൊ വാസ്തു അല്ലേ എല്ലായിടത്തും ഫാഷൻ. വാസു? അതേത് പണിക്കരാ? വാസു അല്ല, വാസ്തു. എന്റെ ശുക്കൂർക്കാക്കും കൂടി ഒരു ലോൺ എടുത്ത് കൊടുക്കേ. എന്തിനാ ചിന്തിക്കാനോ? വെറുതെ ഇരുന്ന് ചിന്തിക്കണം. മൂപ്പർക്ക് എന്തിനാണ് ടീച്ചറെ ലോൺ? അല്ല മാഷേ, ലോൺ എടുത്താ പിന്നെ അത് എങ്ങനെ അടക്കണ്ടേന്ന് ചിന്തിക്കാലോ. പ്രിയ സുഹൃത്തുക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മണൽ കൊള്ള എവിടെയാണ് അവസാനിക്കുന്നത്? നാം നമ്മോട് തന്നെ മത്സരിക്കുകയല്ലേ? മണൽ വാരി വാരി നമ്മുടെ പുഴകൾ ഇന്ന് കാടും പടലുമായിരിക്കുന്നു. തടയണ കെട്ടിയ ഇടങ്ങളിലെല്ലാം ചെളി നിറഞ്ഞ് ചെളിക്കുണ്ടുകളായി മാറിയിരിക്കുന്നു. മത്സരിക്കുകയല്ലേ സുഹൃത്തുക്കളെ നമ്മൾ? ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ പ്രിയ സുഹൃത്ത് കവി അനി പാടിയ 2 വരികളാണ്. കടലിലേക്കുള്ള വഴി തേടി പുഴയിലിറങ്ങിയ മഴത്തുള്ളി പുഴയിലെ കുഴിയിൽ വീണു മരിച്ചു. ഹലോ, ഒരു മിനിറ്റ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതൊന്ന് പിടിച്ചേ, ഒരു മിനിറ്റ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ എത്ര ലോഡ്? ബഹുമാനപ്പെട്ട 3 ലോഡ് മണല. പോലീസിനെ വിളിച്ച് പറഞ്ഞോളാം, നീ ലോഡ് അടിച്ചോ? റേഷൻ കാർഡിന്റെ കോപ്പി, ആധാരത്തിന്റെ കോപ്പി, കരമടച്ച കടലാസ്, റെസീറ്റ് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് സാർ. എൻകംപ്രമെന്റ് സർട്ടിഫിക്കറ്റ് മുമ്പേ പറഞ്ഞില്ലല്ലോ. അപ്പൊ പറഞ്ഞ ഇപ്പൊ പറയാൻ പറ്റുമോ? ഇത് വലിയ പോയി മേടിച്ചിട്ടോട് ആളെ മേൽക്കടത്താനായിട്ട്. എന്താ സാറേ, ഞാനൊരു ലോണിന്റെ കാര്യത്തിന്. ലോൺ ഇവിടുന്ന് അല്ലേ? അല്ല, വീട് വെക്കാൻ. വീട് എന്താ? എനിക്ക് സമയമില്ല, തിരക്കാ, ഭയങ്കര തിരക്കാ. അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ, ഞാൻ ഇന്ന് ലീവ് എടുത്താ വന്നത്. എംപ്ലോയി ആണോ? അതെ, ഗവൺമെന്റ് UP സ്കൂൾ. ഓ, മാഷാണല്ലേ, ഇരിക്കൂ. അയ്യോ കുഴപ്പമില്ല, ഞാൻ നിന്നോളാം, ഞാൻ മാഷല്ല. അപ്പൊ ഹെഡ് മാഷാണല്ലേ, ഇരിക്കൂ. രാമേഷ, UP സ്കൂൾ ഹെഡ് മാഷാ. അദ്ദേഹത്തിന് ചായ കൊടുക്കൂ. മാഷക്ക് ചായ കാപ്പിയാ? എനിക്ക് ചായയും കാപ്പിയൊന്നും വേണ്ട, ഞാൻ ഹെഡ് മാഷല്ല. അല്ല, ഹെഡ് മാഷ് അല്ലെങ്കിലും ഒരു ചായ കുടിക്കാലോ മാഷേ. പിന്നെയും പറഞ്ഞു മാഷേന്ന്, ഞാൻ പ്യൂണാണേ. എന്താ കട്ടൻ ചായ മതി കേട്ടോ. രാമേഷ, ഒരു ചായയും ഒരു കട്ടൻ ചായയും കുറച്ച് പലഹാരം. ഓ ശരി. എന്താ പിയൂണേ? സാറേ, ഇതിപ്പോ 3ാമത്തെ തവണയാണ് ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇവിടെ വരുന്നത്. ആദ്യം വന്നപ്പോ സാറ് പറഞ്ഞു ഐഡന്റിറ്റി കാർഡ് വേണം, റേഷൻ കാർഡ് വേണം, നികുതി അടച്ചതിന്റെ റെസീറ്റ് വേണമെന്നൊക്കെ. അതൊക്കെ ആയിട്ട് വന്നപ്പോ സാറ് പറഞ്ഞു ഇന്നൊഴിവില്ല, വേറൊരു ദിവസം വന്ന്. അന്ന് വന്നപ്പോ സാറിന്റെ കുട്ടിയുടെ ചോറൂണിനും പോയി. പിന്നെ വരാന്ന് പറഞ്ഞ ദിവസമാണ് ഇന്ന്. ഇന്നിപ്പോ ഞാൻ എന്താ വേണ്ടത്? എന്നാ ഒരു കാര്യം ചെയ്യ്, നാളെ വാ. നാളെ ഞായറാഴ്ചയാണ്. എന്നാ തിങ്കളാഴ്ച വാ. തിങ്കളാഴ്ച ബന്ധല്ലേ സാറേ? എന്നാ ചൊവ്വാഴ്ച വാ. എന്റെ പൊന്ന് സാറേ, നിങ്ങൾ ആളെ വട്ടം ചുറ്റിക്കരുത്. ആ സ്ഥലം ഒന്ന് വന്ന് നോക്കാൻ വേണ്ടി ഞാൻ കുറെ ദിവസമായില്ലേ നടക്കണു. അത് വാങ്ങിക്കാൻ ഞാൻ ഇത്രയും നടന്നിട്ടില്ല. എത്രയെന്ന് വിചാരിച്ചിട്ടാ സാർ അതിനൊക്കെ ഇങ്ങനെ ലീവ് എടുക്കുക? ഞാനിങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇടോ, അപ്പൊ പലഹാരമൊന്നുമില്ലേ? പലഹാരോ? ചോറുണ്ടാൻ വേണ്ടി പോകുന്ന സമയത്താണ് പലഹാരം. ഊണ് കഴിക്കുന്ന സമയമാണ്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചായ കുടിച്ചിട്ട് ഊണ് കഴിക്കാം. എന്താ? അപ്പൊ എന്റെ സ്ഥലത്തിന്റെ കാര്യം? അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. ആദ്യം നമുക്ക് സ്ഥലം ഇളക്കാം, എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കാം. എന്താ? കഴിക്കല്ലേ? അപ്പൊ സ്ഥലം ഇളക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാലോ. രാമേഷ, ഒരു ഓട്ടോ പിടിച്ചോ. പിന്നെ ഈ ചായയുടെ കാശ് കൊടുത്തേക്കണേ. എന്തായാലും തന്റെ ഭൂമി കണ്ണായ സ്ഥലത്താ. ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ വെള്ളത്തിന്റെ ആൾക്കാരാ.
രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോ എല്ലാരും ഫുള്ള് വെള്ളത്തിലാ. എന്താ പ്ലേസ്, എന്തൊരു കാറ്റാ, ഉറങ്ങിപ്പോവും. ഉറങ്ങാനാണ് വില്ലേജ് ഓഫീസല്ലേ സാറേ നല്ലത്. എടോ വില്ലേജ് ഓഫീസിൽ കാറ്റൊന്നും വേണ്ട, കസേരയും അവിടെ കയറി ഇരുന്നാ മതി, അപ്പൊ ഉറങ്ങിപ്പോവും. എന്താണെന്ന് അറിയില്ല. ശരിയാ, വാസ്തു പ്രകാരം ചില ഓഫീസ് അങ്ങനെ. പല ഒന്നും കൂടെ വന്നേ. ഒരു പ്രശ്നമുണ്ടല്ലോ, അതെ റെസിഡൻഷ്യൽ ഏരിയയിൽ വീട് വെക്കാൻ പെർമിഷൻ കൊടുക്കാനേ ഞങ്ങൾക്ക് അധികാരമുള്ളൂ. അമ്പലത്തിന്റെ പുറമ്പോക്ക് സ്ഥലത്ത് എങ്ങനെ വീട് വെക്കും പാല, അത് പ്രശ്നമാണല്ലോ. അയ്യോ ചതിക്കല്ലേ സാറേ, എങ്ങനെയും ചെയ്തു തരണം. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. രാമേട്ടാ, ഇയാളുടെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. താനിങ് വന്നേ. ക്ഷേത്രം വക സ്ഥലമാണെങ്കിൽ ഉണ്ടല്ലോ, വീട് വെക്കാൻ സാറ് വിചാരിച്ചാൽ നടക്കും. പക്ഷേ സാറ് വിചാരിക്കണം. പിന്നെ അങ്ങനെ ഒന്നും വലുതായിട്ട് ചോദിച്ചു മേടിക്കുന്ന ആളൊന്നും അല്ല. അത് നന്നായി, പിന്നെ ഒന്നും കൊടുക്കേണ്ട കാര്യമല്ലല്ലോ. ഒന്നിട്ട് വന്നേ. നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് കൊടുത്താലും പുള്ളി വാങ്ങിക്കോളും. തങ്കപ്പെട്ട മനുഷ്യനാണ്. അത് മനസ്സിലായി, എന്ത് കൊടുക്കേണ്ടി വരും? അതിപ്പോ എത്ര ആയാലും കുഴപ്പമില്ല. പിന്നെ കൈക്കൂലി നിലക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടൂല. പോട്ടെ, ഒരു 50 ഉറുപ്പിക ഇടും. ഇത് കൂടിപ്പോയ ഇങ്ങോട്ട് വന്നേ. കാലവിടെ നിൽക്കേ. ഓ, ഇത് ക്ഷേത്രം വക ഭൂമിയാണ്. നിങ്ങളിപ്പൊ തന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാ പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് വീട് വെക്കണത്? ദേ, ഇയാളെ കൂടെ കൊണ്ടുവരുന്നാണ്ടല്ല നിങ്ങളുടെ കാര്യം നടക്കൂല കേട്ടാ. ഒരു 1000 രൂപ ഇങ്ങോട്ട് എടുത്തു. 1000 ഉറുപ്പിയോ? ബാക്കിയൊക്കെ പിന്നെ കണക്ക് പറയാന്നേ. മാഷെ, പേടയില്ലേ? പേട ഊട് കഴിച്ചിട്ട് ഒരു പേട കഴിച്ചിട്ട് വലിയ പാടാ. പോടാ എന്ന് പറയാനാ തോന്നുന്നു, പക്ഷെ സഹിച്ചല്ലേ പറ്റുള്ളൂ. സാർ ഒരു 10 പാർസൽ മേടിച്ചോളൂ ഭാര്യക്കെ. ഒരു 10 പാർസൽ എന്നാ എനിക്ക് കൊടുത്തോളൂ 10. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. എത്ര പിള്ളേരാ സാറിന്? എന്തേ? അല്ല ഒന്നുമില്ല, ബഡ്ജറ്റ് ഒക്കെ നോക്കാണ്. ബഡ്ജറ്റ് ഒക്കെ തന്നെയുള്ള എന്റെ കയ്യിൽ. അതെ, ഇതിനുള്ള എടുത്തോളേ. കണ്ടോ, നോക്കി കാലിയല്ലേ. അതാ പറയുന്നത്. കേട്ടോ ബാല, ചങ്ങതി ബാലിന് 8 സെന്റ് സ്ഥലം ഉള്ളെങ്കിലും നല്ലൊരു പീസാ. ഏത് ഇപ്പാ പോയതേ. എല്ലാം ശരിയാക്കി തരാം ബാല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വിശദമായിട്ടൊന്ന് കാണണം. ഹലോ ബാലേട്ടാ. ഹലോ. എന്താ സാറേ, ഇരിക്കൂ. ഓ വേണ്ട, ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയെന്നുള്ളൂ. ബാലേട്ടല്ലേ? ഇല്ല, സ്കൂളിൽ പോയല്ലോ. അയ്യോ, ഞാനതങ്ങ് മറന്നു. എന്തായി പണിയുടെ കാര്യം? തുടങ്ങണ്ടേ? തുടങ്ങണം. ലോൺ കിട്ടാൻ 2 ദിവസം കൂടി പിടിക്കുന്ന പറയണ കേട്ടു. അതിന്റെ പേപ്പേഴ്സ് ഒക്കെ ഒപ്പിക്കാനുള്ള തത്രപ്പാടില ആള്. ഓക്കെ, നോ പ്രോബ്ലം. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ ബാലേട്ടൻ വരുമ്പോ പറയണം. ഞാൻ പറയാം. ഓക്കെ. അല്ല, ഇരിക്കണില്ലേ? ചായ ചായ വേണ്ട, കുഴപ്പമില്ല, പിന്നീടാവാം. ഓക്കെ. ദാഹജലം തരൂ. ഹലോ. എന്തേ വണ്ടിക്ക് വെള്ളം? ഇതിപ്പോ 2ാമത്തെ തവണയാണല്ലോ ഇവിടെ വരുമ്പോ വണ്ടിക്കൊരു വെള്ളം ദാഹം. എന്തെന്നറിയില്ല, ഇവിടുത്തെ വെള്ളം വണ്ടിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഹസില്ലേ? ചിന്തയിലോ? ജിദ്ദയിലോ? എപ്പോ പോയി? അയ്യോ, ജിദ്ദയിലല്ല, ചിന്തയിലാണ്. ഇതിന് മാത്രം എന്താ പുള്ളിക്ക് ഇത്ര ചിന്തിക്കാൻ? എനിക്ക് അറിഞ്ഞൂടെ സാറേ. നോക്കൂ, എന്നെ സാറേന്ന് വിളിക്കണ്ട. പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ. കുറച്ചു നാളായി ഞാനൊരു ചിന്തയിലാണ്. ഞാനും. എന്നാ പോട്ടെ. അപ്പൊ വെള്ളം ഇന്ന് വേണ്ട, പിന്നെ ഒരിക്കലാ. ചിന്തയെന്ന് ഉണർന്നു തോന്നുന്നു. വെള്ളം ചോദിച്ചിട്ട് പോയി കിടക്കുകയാണ്. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം.